നമസ്കാരം. ഇന്ന് പ്രധാനമായും 3 വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലും ഇടം നേടിയിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രധാന ഭാഗങ്ങൾ സർക്കാർ ബോധപൂർവം നീക്കി എന്നതിനെ ചൊല്ലി പരാതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ പവർ ഗ്രൂപ്പിനെ അറിയില്ല, സിദ്ദീഖ് പ്രതിസ്ഥാനത്തുള്ളവരെ അമ്മ സംരക്ഷിക്കില്ല, ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് ജഗദീഷ്. സിദ്ദീഖിൻ്റെയും ജഗദീഷിൻ്റെയും അഭിപ്രായങ്ങളെ പ്രാധാന്യത്തോട് നൽകിയാണ് മലയാള മനോരമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ പ്രതികരണത്തിൻ്റെ വാർത്ത നൽകിയിട്ടുള്ളത്. സംവിധായകൻ രഞ്ജിത്ത് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന ശ്രീലേഖ മിത്ര. അടുത്തത് ദേശാഭിമാനി. ദേശാഭിമാനിയിലെ വാർത്താ പ്രാധാന്യം മറ്റ് ചില വാർത്തകൾ കാണാം. ദുരിതാശ്വാസ ക്യാമ്പിലെ 967 കുടുംബത്തിന് താൽക്കാലിക വീടായി ഉയിർപ്പ്. സർക്കാരിൻ്റെ ആദ്യ ദൗത്യം ലക്ഷ്യത്തിലേക്ക്. അതായത് ദുരിതത്തിൽപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന 967 കുടുംബത്തിന് താൽക്കാലിക വീട് സർക്കാരിൻ്റെ ഭാഗമായി നൽകുന്നു എന്ന വാർത്തയ്ക്കാണ് ദേശാഭിമാനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപടികൾ നേരത്തെ തുടങ്ങി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള നടപടികൾ സർക്കാർ നേരത്തെ തന്നെ തുടങ്ങിയതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അടുത്തതായി മാതൃഭൂമിയാണ്. മാതൃഭൂമി മറ്റ് ചില വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സാലറി ചലഞ്ച് 5-ൽ നിന്ന് മാറാതെ സർക്കാർ എന്ന ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുവാനുള്ള സാലറി ചലഞ്ച് ബഹിഷ്കരിച്ച് പ്രതിപക്ഷ സംഘടനകൾ ശനിയാഴ്ചയോടുകൂടി സമ്മതപത്രം നൽകണമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. മാതൃഭൂമിയുടെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിൽ സെൻസറിങ് സർക്കാർ വക എന്ന തലക്കെട്ടോടുകൂടി സിനിമയിലെ ഉന്നതരെ രക്ഷിക്കുവാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5 പേജുകൾ കൂടി സർക്കാർ മറച്ചുവെച്ചെന്ന ആക്ഷേപമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മാതൃഭൂമി രണ്ടാമത്തെ പ്രധാന പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം യുക്രൈൻ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വൊളോദിമിർ സെലൻസ്കിക്കുമൊപ്പം ഉള്ള ചിത്രവും മാതൃഭൂമി പേജിൽ നൽകുന്നു. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ കിവിൻ്റെ ഹൃദയം കവർന്ന മോദി, ഉക്രൈനുമായി 4 കരാർ എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉക്രൈൻ പ്രസിഡന്റും ആലിംഗനം ചെയ്തു നിൽക്കുന്ന ചിത്രമുണ്ട് ജന്മഭൂമിയുടെ ആദ്യ പേജിൽ തന്നെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് ഹേമ റിപ്പോർട്ടിൽ വെട്ടിലായി സർക്കാർ പുറത്തുവിടേണ്ടത് പൂഴ്ത്തി, എന്നിട്ടും പ്രമുഖർ കുരുക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് ജന്മാഷ്ടമി പുരസ്കാരം സമർപ്പിച്ചു. കലാകാരന്മാർ പിറന്ന മണ്ണിന്റെ സംസ്കൃതിയെ വീണ്ടെടുക്കണം, വിദ്യാധരൻ മാസ്റ്റർ. ബാലസംസ്കാര കേന്ദ്രം ഏർപ്പെടുത്തിയ ജന്മാഷ്ടമി പുരസ്കാരം എറണാകുളത്ത് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണന് സമ്മാനിക്കുന്നു. CMRനെതിരെ അന്വേഷണം തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി എന്ന വാർത്തയ്ക്ക് ജന്മഭൂമി ആദ്യ പേജിൽ ഇടം നൽകുന്നുണ്ട്. ISROയുടെ യാത്ര മനോഹരം എന്ന് രാഷ്ട്രപതി. അതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ജന്മഭൂമിയുടെ ആദ്യ പേജിൽ ഇടമുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രമുഖരെ സംരക്ഷിക്കാൻ വിവരാവകാശ നിയമവും സർക്കാർ അട്ടിമറിച്ചു, ആരുടെ സംവിധാനം എന്ന ചോദ്യത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ഒരു കാർട്ടൂണുണ്ട്, ഓവറാക്കി ചളമാക്കല്ലേ അപ്പുക്കുട്ട എന്ന ഒരു സംഭാഷണത്തോടുകൂടിയുള്ള കാർട്ടൂണാണിത്. അതിനോടൊപ്പം സംവിധായകൻ രഞ്ജിത്ത് മുറിയിലേക്ക് ക്ഷണിച്ചെന്ന ബംഗാളി നടി, അതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മാധ്യമം. മാസപ്പടി കേസിൽ അന്വേഷണത്തിന് അനുമതി നൽകി, അറസ്റ്റിന് വിലക്ക്. ഡൽഹി ഹൈക്കോടതിയാണ് അനുമതി നൽകിയിരിക്കുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. യുക്രൈൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച, ഇന്ത്യ സമാധാന പക്ഷത്ത് എന്ന് മോദി പറഞ്ഞതുമായി ബന്ധപ്പെട്ട തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി ഹേമ റിപ്പോർട്ടിലെ പലതും മുക്കി, രഹസ്യ വെട്ടിൽ കുരുങ്ങി സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5 പേജുകൾ സർക്കാർ ഒഴിവാക്കി എന്നുള്ള പരാതി വിവരാവകാശ നിയമ വിഭാഗത്തിന് ലഭിക്കുന്നു. NEET PG ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയ്ക്കും കേരള കൗമുദിയുടെ ആദ്യ പേജിൽ ഇടമുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.